ഹലോ ഫ്രണ്ട്സ്, നഗർ, ലാൽ ദർവാജ തുടങ്ങിയ സ്ഥലത്തോട്ട് ബസ്സുകൾ. ഈ റെഡ് കളറിൽ കാണുന്ന ജലാശയത്തിന് നടുക്കുള്ള അമ്പലം അയക്കാനും അതിൻ്റെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു. ാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അഹമ്മദാബാദിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ അകലെയുള്ള ഗൂമ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നമ്മൾ നേരത്തെ കണ്ട വസ്ത്രാപൂർ ഗാർഡനേക്കാളിലും അതിൻ്റെ 2 ഇരട്ടിയോളം വലിപ്പമുള്ള ഒരു ലേക്ക് ഗാർഡനും ആ ലേക്കിൻ്റെ നടുക്ക് ഒരു അമ്പലവുമുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ലേക്കിന് നടുക്കുള്ള അമ്പലത്തിൽ പോയതിന് ശേഷം അടുത്ത് തന്നെ വേറെ പലവിധമായ കുത്തുപണികളുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട്. അവിടെയും നമ്മൾ പോകുന്നതാണ്. ഇത് ഗൂമയുടെ തന്നെ ഗോരാഗൂമ എന്ന ഒരു സ്റ്റേഷനാണ് അതിൻ്റെ അടുത്ത് കാണുന്നത്. അതിൻ്റെ റെയിൽവേ ക്രോസിംഗ് വഴി ഞാനിപ്പോൾ പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലുള്ള ഗൂമ ഗാർഡൻ എന്ന ഒരു ലേക്ക് ഗാർഡനിലാണ്. നമ്മൾ നേരത്തെ കണ്ട വസ്ത്രാപൂർ ഗാർഡനേക്കാളിലും 2 ഇരട്ടി വലിപ്പം ഉള്ള ഒരു ഗാർഡനാണിത്. ഈ ഗാർഡൻ അഹമ്മദാബാദ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററോളം ദൂരെയാണ്. ഇവിടെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് ബസ് BRTS ബസ്സും AMTS ബസ്സും ഇവിടുന്ന് കിട്ടുന്നതാണ്. നമ്മൾ വന്നിറങ്ങുന്ന ഗൂമ ബസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ആ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നതെല്ലാം ബസ് സ്റ്റാൻഡിലെ ബസ്സുകളാണ്. ഇതിനകത്തോട്ട് കയറാൻ 2 ഗേറ്റുകളുണ്ട്. അതിലൊരു ഗേറ്റാണ് ഈ കാണുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും അഹമ്മദാബാദിലെ മെയിൻ സ്റ്റേഷനുകളായ കാലിപ്പൂർ, മണിനഗർ, ലാൽ ദർവാജ തുടങ്ങിയ സ്ഥലത്തോട്ട് ബസ്സുകൾ കിട്ടും. AC ബസ്സുണ്ട്, നോൺ AC ബസ്സും ഉണ്ട്. ഈ റെഡ് കളറിൽ കാണുന്ന ബസ്സുകളെല്ലാം AMTSൻ്റെ അധീനതയിലുള്ള ബസ്സുകളാണ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലേക്ക് ഗാർഡനും അതിൻ്റെ നടുക്ക് അമ്പലവും ഉള്ള ഗാർഡൻ. ഇതിൻ്റെ വാക്ക്വേകളാണ് ഈ കാണുന്നത്. നല്ല വീതിയുള്ള വാക്ക്വേകളാണ്. എത്ര പേർ വന്നാലും ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന വാക്ക്വേകളാണ് ഈ. ഇപ്പോൾ അത്ര വൈകുന്നേരമായിട്ടില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ജലാശയത്തിന് നടുക്കുള്ള അമ്പലം ഈ കാണുന്നതാണ്. ഞാനങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ. ഈ ജലാശയം കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. മഴവെള്ളം സംഭരിച്ചു വയ്ക്കാനുള്ള ഒരു രീതിയും കൂടെയാണ് ഇത്. അവിടുത്തെ ചില ചെടികളും ദൃശ്യങ്ങളും, നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മരങ്ങളുണ്ട് ഇവിടെ. വിസ്തീർണം കൊണ്ടും വലിപ്പം കൊണ്ടും അഹമ്മദാബാദിലുള്ള വസ്ത്രാപൂർ ഗാർഡനേക്കാളും വലിപ്പമുള്ള ഒരു ഗാർഡനാണിത്. ഇതിൻ്റെ വാക്ക്വേ തന്നെ ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട്. ഞാനിപ്പോൾ ജലാശയത്തിന് നടുക്കുള്ള അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ കാണുന്ന കാഴ്ചകളാണിത്. നല്ല കൊത്തുപണികളും ഉള്ള ഒരു അമ്പലമാണിത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ജലാശയം വളരെ അടുത്ത് കാണാം. നല്ല രസമാണ്. ഇതിനകത്ത് മീനുകളുമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചില കാഴ്ചകളാണ്. ഈ കാണുന്നത് പട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ പട്ടികളെ പാർപ്പിക്കാനും അതിൻ്റെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് ഫെസിലിറ്റിയും ഒക്കെ ഉണ്ട്. ഇത് ഗാർഡൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ഒരു വഴിയാണ്. ആ വഴിയിൽ കൂടെ നേരെ പോയാൽ വേറെ 1-2 അമ്പലങ്ങൾ കൂടിയുണ്ട്. വളരെ പുതുതായി പണിതാണെങ്കിലും വളരെ കുത്തുപണികളും എല്ലാം വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കിയ ചില അമ്പലങ്ങളാണ്. അത് നമുക്കിപ്പോൾ കാണാം.
ഇത് ഗാർഡൻ്റെ അടുത്ത് തന്നെയുള്ള ധോലേശ്വർ മഹാദേവ് ടെമ്പിളാണ്. ഇത് പുതുതായി പണി കഴിപ്പിച്ചതാണ്. നല്ല കൊത്തുപണികളും നല്ല രീതിയിൽ പണിതിട്ടുണ്ട്. നല്ല രസമാണിത് രാത്രിയിൽ കാണുവാൻ. നല്ല ലൈറ്റിങ്ങും ഒക്കെ രാത്രിയിൽ കാണുവാൻ പറ്റും. പ്രൗഢഗംഭീരമായ ഗോപുരം വളരെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു. രാത്രിയിലുള്ള ഇതിൻ്റെ ലൈറ്റിങ് കാണേണ്ടത് തന്നെയാണ്. നല്ല രസമാണ്. ഭാരതീയ വാസ്തുവിദ്യയുടെ ഒരു ഗംഭീര ഉദാഹരണമാണ് ഈ മന്ദിർ. ചെങ്കല്ലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ കൊത്തുപണികൾ കാണാൻ വളരെ നല്ല രസമാണ്. ഈ കാണുന്നത് ഗൂമാഗാവിലോട്ടുള്ള പ്രവേശനദ്വാരമാണ്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ആ ലേക്ക് ഗാർഡൻ്റെ ഒരു പ്രധാന ഗേറ്റിലെത്താം. ഈ പുതുതായി പണിത ക്ഷേത്രത്തിൻ്റെ ഈ തൂണുകളുടെ കൊത്തുപണികൾ ശ്രദ്ധിക്കുക. ഈ ഏരിയ ഒന്നുകൂടെ കറങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നതാണ്. ഒന്നുകൂടെ നമ്മൾ ലേക്ക് ഗാർഡൻ അവിടെ പോകുന്നതാണ്. ഇതിന് ശേഷം ഈ ഗ്രാമത്തിലുള്ള മറ്റു വിശേഷങ്ങൾ കാണാവുന്നതാണ്. നമ്മൾ അങ്ങോട്ട് പോകും. ഈ ഗാർഡൻ്റെയും ലേക്കിൻ്റെയും വലിപ്പം ശ്രദ്ധിക്കുക. ജലത്താൽ ചുറ്റപ്പെട്ട ഈ മന്ദിറിൻ്റെ സൈഡ് വ്യൂ മനോഹരമാണ്. ഈ മതിലിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഫ്ലൈ ഓവർ പണിതുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് അഹമ്മദാബാദ് സിറ്റിയിലെത്താനുള്ള ഒരു വഴിയാണിത്. ഈ മന്ദിറിൻ്റെ വെളിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ശാന്തസുന്ദരമായ ഈ സ്ഥലത്ത് വന്നിരിക്കാനുള്ള ഇരിപ്പിടങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ചുറ്റും വെള്ളമായതിനാൽ വളരെ തണുത്ത ഒരു അന്തരീക്ഷമാണിവിടെ. ദ്വാരപാലകന്മാരുടെ പ്രതിമ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞാൻ ഈ ഗേറ്റിൽ കൂടെ വെളിയിലിറങ്ങി വെളിയിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് നടക്കുകയാണ്. ഈ കാണുന്നത് അതിനടുത്ത് തന്നെയുള്ള ഒരു ഗോശാലയാണ്. അവിടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അകത്തോട്ട് കയറ്റത്തുള്ളൂ. ഇനി നമ്മൾ ഗ്രാമത്തിൻ്റെ ചില കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്ന പ്രാവുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ അഹമ്മദാബാദ് സിറ്റിയിലോട്ടുള്ള ഷോർട്ട് കട്ടായിട്ടുള്ള ഒരു ഫ്ലൈ ഓവറിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റോഡാണ് ഈ കാണുന്നത്. ആ ടാങ്കിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഫ്ലൈ ഓവർ ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പട്ടികൾക്ക് വേണ്ടിയുള്ള ഹോട്ടലും ഹോസ്റ്റലുമാണിത്. അടുത്തുള്ള അമ്പലത്തിൻ്റെ മറ്റു ചില ദൃശ്യങ്ങൾ കൂടി കാണുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാലും വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈ ഗ്രാമത്തിൻ്റെ ചില ടിപ്പിക്കൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുത്തെ കൃഷിസ്ഥലങ്ങൾ എങ്ങനെയാണെന്ന് ഇതുവഴി പോകുമ്പോൾ മനസ്സിലാകും. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പും നെല്ലും ഒക്കെ കാണാം. ഗോതമ്പ് ഏകദേശം വിളവെടുക്കാറായിട്ടുണ്ട്. നെല്ല് അധികം വിളവെടുക്കാറായിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഗ്രാമത്തിലുള്ള ചില നല്ല ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒരു മാവ് പൂത്തു നിൽക്കുന്നു. നല്ല ഒരു ജലാശയം ഇവിടെ അടുത്ത് കാണാം. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.